സ്ത്രീ എഴുത്തുകാർ അസാധാരണമായ ഒരു കാലഘട്ടത്തിൽ ലിംഗ അസമത്വം, വൈവാഹിക അതിക്രമം, സ്ത്രീ ലൈംഗികത എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ തന്റെ അഭിപ്രായങ്ങൾ ധൈര്യത്തോടെ പുറം ലോകത്തെ തന്റെ എഴുത്തുകളിലൂടെ പ്രചരിപ്പിച്ച ഒരു അപൂർവ ദിവ്യ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. കഥകളുടെ ലോകത്തേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ തന്റെ പേര് കമലാദാസ് എന്നായി. പിന്നീട് സംഘർഷങ്ങൾ സൃഷ്ടിച്ച ഒരു പേരായിരുന്നു കമല സുരയ്യ. 1934 മാർച്ച് 31 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിൽ ഉൾപ്പെട്ട പുന്നയൂർ കുളത്ത്, നിലവിൽ തൃശൂർ ജില്ലയിലുള്ള നാലപ്പാട്ട് തറവാട്ടിലാണ് മാധവിക്കുട്ടിയുടെ ജനനം. അമ്മ ബാലാമണിയമ്മ ഒരു പ്രശസ്ത കവിയത്രിയായിരുന്നു. അച്ഛൻ മാതൃഭൂമി ദിനപത്രത്തിന്റെ മുൻ മാനേജിംഗ് എഡിറ്റർ ആയിരുന്ന BM നായർ ആയിരുന്നു. പ്രസിദ്ധ കവി നാലപ്പാട്ട് നാരായണ മേനോനാണ് കമലയുടെ വലിയ മകൻ. സുലോചന നാലപ്പാട്ട് മാധവിക്കുട്ടിയുടെ സഹോദരിയാണ്. കമലയുടെ ബാല്യകാലം പുന്നയൂർ കുളത്തും കൽക്കട്ടയിലുമായാണ് കഴിഞ്ഞത്. അച്ഛൻ VM നായർ കൽക്കട്ടയിലെ പ്രസിദ്ധമായ വെൽഫെയർ ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. 15 വയസ്സിൽ കമലയുടെ വിവാഹം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ സീനിയർ കൺസൾട്ടന്റ് ആയിരുന്ന മാധവദാസുമായി നടന്നു. പ്രായം കൊണ്ട് കമലയേക്കാൾ ഏറെ മുതിർന്ന ആളായിരുന്നു മാധവദാസ്. 1992 മാധവദാസ് മരണപ്പെടുമ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിന് 43 വർഷം പ്രായമായിരുന്നു. മക്കൾ MD നാലപ്പാട്ട്, ചിന്നൻ ദാസ്, ജയസൂര്യ എന്നിവരായിരുന്നു. മൂത്ത മകൻ MD നാലപ്പാട്ട് അഥവാ മാധവദാസ് നാലപ്പാട്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ 12ാമത്തെ രാജകുമാരിയായ തിരുവാതിര തിരുനാൾ ലക്ഷ്മിബായിയാണ് വിവാഹം ചെയ്തത്. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി കവിത, ചെറുകഥ, ജീവചരിത്രം എന്നിങ്ങനെ നിരവധി സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത്. 1999 ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം കമല സുരയ്യ എന്ന നാമം സ്വീകരിച്ചു. ഈ മതം മാറ്റം പല വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇസ്ലാമിൽ നിന്ന് പുനർവിവാഹിതയാകുവാൻ തീരുമാനിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഇംഗ്ലീഷിൽ കവിത എഴുതുന്ന ഇന്ത്യക്കാരിൽ പ്രമുഖയായിരുന്നു അവർ. പക്ഷേ കേരളത്തിൽ മാധവിക്കുട്ടി എന്ന തൂലികാ നാമത്തിൽ എഴുതിയ ചെറുകഥകളിലൂടെയും ജീവചരിത്രങ്ങളിലൂടെയുമാണ് അവർ പ്രശസ്തി ആർജിച്ചത്. 1984 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അനാഥരായ അമ്മമാരെയും സ്ത്രീകളെയും സംരക്ഷിക്കുവാനും മനുഷ്യത്വ പ്രവർത്തനങ്ങൾക്കുമായി ലോക് സേവ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന ആരംഭിച്ചു. നാലപ്പാട്ടെ തന്റെ തറവാട് കേരള സാഹിത്യ അക്കാദമിക്കായി മാധവിക്കുട്ടി ഇഷ്ടദാനം കൊടുത്തു. സ്ത്രീകളുടെ ലൈംഗിക അവകാശങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് സത്യസന്ധതയോടെയും ധൈര്യത്തോടെയും എഴുതാൻ തുനിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരികളൊന്ന് എന്ന പദവി മാധവിക്കുട്ടിക്കാണെന്ന് പല എഴുത്തുകാരും കരുതുന്നു. മാധവിക്കുട്ടിയുടെ ഭാവനയിൽ വിരിഞ്ഞ കഥകൾ പലതും അവരുടെ സ്വകാര്യ ജീവിതാനുഭവങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നവരുടെ കഥകളെക്കുറിച്ച് ഗവേഷണം നടത്തിയ ഡോക്ടർ M രാജീവ് കുമാർ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയത്തിൽ മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ലോക് സേവാ പാർട്ടി എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അനാഥകളായ അമ്മമാർക്കും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയാണ് ഈ പാർട്ടി എന്ന് രൂപീകരണ വേളയിൽ പ്രഖ്യാപിച്ചു. 1984 ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുകയും ചെയ്തു. എന്നാൽ പരാജയപ്പെടുകയുണ്ടായി. മാധവിക്കുട്ടിയുടെ കൃതികൾക്ക് പലരും ചലച്ചിത്ര ഭാഷ്യം രചിച്ചിട്ടുണ്ട്. ദൂരദർശനു വേണ്ടി ലെനിൻ രാജേന്ദ്രന്റെ സംവിധാനത്തിൽ ബാല്യകാല സ്മരണകളും ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ വേനലിന്റെ ഒഴിവും ടെലി സീരിയലുകളായി ഇറങ്ങിയിരുന്നു. 2018 ആമി എന്ന പേരിൽ കമലിന്റെ സംവിധാനത്തിൽ ഒരു മലയാളം ചലച്ചിത്രം പുറത്തിറങ്ങി. മഞ്ജു വാര്യറാണ് ചിത്രത്തിൽ മാധവിക്കുട്ടിയെ അവതരിപ്പിച്ചത്. കമല സുരയ്യയുടെ ആത്മകഥയായ എന്റെ കഥ ഇംഗ്ലീഷിലടക്കം 15 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാധവിക്കുട്ടിയെ കുറിച്ച് ദ ലവ് ക്വീൻ ഓഫ് മലബാർ, മെമ്മോർ ഓഫ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് കമലാദാസ് എന്ന പേരിൽ മാർലി വേസ്ബോർഡ് എഴുതിയ ഒരു ഇംഗ്ലീഷ് പുസ്തകവുമുണ്ട്. 1997 നീർമാതളം പൂത്ത കാലം എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചു. കൂടാതെ 2002 എഴുത്തച്ഛൻ പുരസ്കാരം, തണുപ്പ് എന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം, ഏഷ്യൻ വേൾഡ് പ്രൈസ്, ഏഷ്യൻ പോയട്രി പ്രൈസ്, കെന്റ് അവാർഡ്, കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം, ആശാൻ വേൾഡ് പ്രൈസ് അവാർഡുകളും ലഭിച്ചു. അവസാന കാലം കമല സുരയ്യ തന്റെ മകന്റെ കൂടെ പൂനെയിലായിരുന്നു. 2009 മെയ് 31 പൂനെയിൽ വെച്ച് അന്തരിച്ചു. മരിക്കുമ്പോൾ അവർക്ക് 75 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധിച്ചായിരുന്നു മരിച്ചത്. കേരളത്തിലേക്ക് എത്തിച്ച മൃതദേഹം തിരുവനന്തപുരത്തെ പാളയം ജുമാ മസ്ജിദിലാണ് കബറടക്കിയത്. 2018 ഫെബ്രുവരി 1 ഗൂഗിൾ മാധവിക്കുട്ടിയോടുള്ള ആദരമായി ഗൂഗിൾ ഡൂഡിൽ അവതരിപ്പിച്ചു. ഹൈന്ദവാചാരപ്രകാരം സംസ്കരിക്കുന്നതിന് പകരമായി ഇസ്ലാമിക ആചാരപ്രകാരം ശരീരം മറവ് ചെയ്യുന്നത് കമലയോട് ചെയ്യുന്ന കടുത്ത അനീതിയാണെന്ന് പ്രശസ്ത വാഗ്മിയും സാഹിത്യകാരനുമായ സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെട്ടു.
ഏവരിലും കഥകളുടെ വസന്തം തീർത്ത ഈ അത്ഭുത സൃഷ്ടിയായ മാധവിക്കുട്ടിയുടെ സ്മരണകൾ എക്കാലവും ഓർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.